നമസ്കാരം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വളർമതിയെ കണ്ടു പഠിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ആരാണ് ഈ വളർമതി? ആൾ കേരള ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. കഴിഞ്ഞ 13 ദിവസം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വളർമതി നിരാഹാരം കിടക്കുകയും ആ നിരാഹാരം കിടന്ന അവസ്ഥയിൽ തന്നെ അവർ ഒരു ആംബുലൻസിൽ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് ചർച്ചയ്ക്ക് പോകുന്നു. ആ ചർച്ചയിൽ വളരെ ജനായത്ത മര്യാദയ്ക്കനുസരിച്ചിട്ട് ചർച്ച നടത്തുന്നു. ഒടുവിൽ മന്ത്രിയുടെ കയ്യിൽ നിന്ന് തന്നെ നാരങ്ങാനീര് ഏറ്റുവാങ്ങി കുടിച്ച് ആ ഉപഹാരം അല്ലെങ്കിൽ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നു. എന്നിട്ട് പിന്നീട് അവർ വന്ന് മാധ്യമങ്ങളോട് പറയുന്നു, ഗവൺമെൻറ് അനുഭാവപൂർവ്വം ഇത് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ കാര്യങ്ങളും അതേപോലെ ഘടനാപരമായ മറ്റ് കാര്യങ്ങളും ആലോചിച്ചിട്ട് മാത്രമേ തീരുമാനങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ എന്ന് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നു. അത് വളരെ അനുഭാവത്തോടു കൂടി തന്നെ വളരെ പോസിറ്റീവായിട്ട് സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിൽ വളർമതി അത് അംഗീകരിച്ചു. അങ്ങനെയാണ് ഈ നിരാഹാരം പിൻവലിക്കുന്നത്. അതോടൊപ്പം തന്നെ വളർമതി പറയുന്നു, കഴിഞ്ഞ 37 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന ഈ സമരരൂപത്തിലല്ല, മറിച്ച് ഒരു സാന്നിധ്യം, ഒരു പ്രസൻസ് എന്ന രീതിയിൽ അവിടെ തുടരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ തങ്ങൾക്ക് നൽകിയ ഉറപ്പ് അനുഭാവപൂർവ്വം പരിഗണിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ പരിഗണിക്കേണ്ടതിൻ്റെ ആവശ്യം സർക്കാരിനെയും ജനങ്ങളെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു സാന്നിധ്യം എന്ന നിലയിൽ അവിടെയാണ് ഒരു പുതിയ സമരമുറ പോലും വളർമതി ആ ചർച്ചയിൽ പോയിട്ട് അവിടെ കേരളത്തിന് സമ്മാനിക്കുകയായിരുന്നു. അതായത് പ്രതിഷേധമോ മുദ്രാവാക്യം വിളികളോ അങ്ങനെയുള്ള സംഗതികളൊന്നും ഇല്ലാതെ തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു ഓർമ്മയായി തുടരുന്നു, ഒരു ഓർമ്മിപ്പിക്കപ്പെടലായി തുടരുന്നു. ഇത് ആരാണ് ഈ വളർമതിയെ കണ്ടുപിടിക്കേണ്ടത്? വളർമതി മാധ്യമങ്ങളോട് സംസാരിച്ച സമയത്ത് അവർ 13 ദിവസത്തെ നിരാഹാരത്തിലാണെങ്കിലും അവർ പറഞ്ഞതിൽ അവരുടെ ആവശ്യങ്ങളിലെ ഓരോ വ്യക്തത എടുത്തു പറയേണ്ടതായിരുന്നു. മാത്രവുമല്ല, ഈ 2028 അവരുടെ ലിസ്റ്റ് അവസാനിക്കുകയുള്ളൂ, ഇനി സമയമുണ്ടല്ലോ എന്നുള്ള ഒരു പൊതുചോദ്യം ഒരു മാധ്യമപ്രവർത്തകൻ ഉന്നയിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് വളരെ ഒരു സമയം കുറവ്, അല്ലെങ്കിൽ ആ സമയം അവിടെ എങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്ന് ഒരു അക്കാഡമിക് ഇയറിലും ഉണ്ടാകുന്ന ഒഴിവുകളെ ചൂണ്ടിക്കാട്ടി അതിൻ്റെ നിയമനത്തിൻ്റെ സാധ്യത ഉയർത്തിക്കാട്ടിക്കൊണ്ട് വളരെ മനോഹരമായിട്ടാണ്, ഒരു വൈകാരികതയുമില്ലാതെ തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി, തങ്ങളുടെ ആവശ്യത്തിനെ കുറച്ചു കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന എന്നുള്ളത് കണക്കിലെടുക്കാതെ യഥാർത്ഥ വിഷയത്തിലേക്ക് വന്ന് വളർമതി അത് മാധ്യമങ്ങളോട് വിശദീകരിച്ച രീതി എന്ന് പറയുന്നത്, ഒരു പക്ഷേങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ധാരാളം രാഷ്ട്രീയ പ്രവർത്തകരും ബുദ്ധിജീവികളും അതേപോലെ മാധ്യമപ്രവർത്തകരും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രയും വ്യക്തതയോടുകൂടി അതേ സമയത്ത് 100% ആത്മാർത്ഥതയോടെ വൈകാരികമായ വിക്ഷോഭങ്ങളൊന്നുമില്ലാതെ തന്നെ ആരെയും കുറ്റപ്പെടുത്താതെ വളർമതി ആ വിഷയം, ആ വസ്തുത കേരള ജനതയുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച രീതി അത് വളരെ പ്രശംസ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അസോസിയേഷൻകാർ ഈ 13 ദിവസം ഇവർ നിരാഹാരം കടന്നതാണെങ്കിലും അവരെ തന്നെ, വളർമതിയെ തന്നെ മന്ത്രിയുമായി ചർച്ചയ്ക്ക് വിടാൻ കാരണം ഒരുപക്ഷെ വളർമതിയുടെ ആ ഒരു സംഭാഷണ രീതിയിലെ വ്യക്തതയും ആത്മാർത്ഥതയുമായിരിക്കണം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് അനുഭാവപൂർവമായ തീരുമാനം എടുപ്പിക്കാം എന്നുള്ളത് ആ ഒരു പ്രതികരണം ഉണ്ടാവുകയും നിരാഹാരം പിൻവലിക്കാൻ കാരണമാവുകയും, തീർച്ചയായിട്ടും ഒരു ആക്രമിക്കുക അതല്ലെങ്കിൽ അവകാശം പിടിച്ചുപറ്റുക എന്നൊക്കെയുള്ള വൈകാരികത മാറ്റിവെച്ചിട്ട് ഈ വളർമതി ഇതേപോലെ തന്നെ ഈ വിഷയം മന്ത്രിയുടെ മുന്നിലും അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ മുമ്പിലും അവതരിപ്പിച്ചിട്ടുണ്ടാവാനാണ് വഴി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് ഇവിടെ കണ്ടത് ആശയ വ്യക്തതയും ആത്മാർത്ഥതയും, ഇത് രണ്ടുമാണ് വളർമതിയിലൂടെ പ്രകടമായത്. ഈ നിരാഹാര സമരവും അതിൻ്റെ ഭാഗമാണ്. അവർ തീർച്ചയായിട്ടും കേരള ജനതയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ അവിടെ പുല്ല് തിന്നും അതോടൊപ്പം തന്നെ അവരുടെ ചിതയൊരുക്കിയും ഒക്കെയുള്ള സമര പരിപാടികൾ ആവിഷ്കരിച്ചു. അത് തീർച്ചയായിട്ടും അതൊക്കെ ഒരു സർഗാത്മകമായ രീതിയിൽ, അല്ലെങ്കിൽ കേരള ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, അതേ സമയത്ത് തങ്ങളുടെ ആവശ്യത്തിലേക്ക് ജനങ്ങളുടെയും
സർക്കാരിൻ്റെയും ശ്രദ്ധ കൊണ്ടുവരും. അതാണ് ജനായത്ത സംവിധാനത്തിലെ ഏറ്റവും വലിയ മാതൃക എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ആ രീതിയിൽ അവർ ആ സമരം നടത്തിയിട്ടാണ് ഈ നിരാഹാര സമരത്തിലേക്ക് പ്രവേശിച്ചത്. നിരാഹാര സമരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ യഥാർത്ഥ നിരാഹാര സമരം എന്ന് പറയുന്നത് ആരാണോ എതിർവശത്ത് നിൽക്കുന്നത് അവരിൽ മാനസികമായ ഗുണപരമായ പരിവർത്തനം ഉണ്ടാക്കി തങ്ങളുടെ ആവശ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അവിടെ ആ നിരാഹാര സമരത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഗാന്ധിയൻ സമീപനവും അതിൽ നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും കണ്ടുപിടിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ മിക്ക ദിവസങ്ങളും കേരളത്തിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. എല്ലാം ഒരുവിധം ഭ്രാന്ത് പിടിച്ചതുപോലെയാണ്. ബാരിക്കേഡുകൾ ചാടിക്കിടക്കുക, അതേപോലെ തന്നെ പോലീസിനെ ആക്രമിക്കുക, ബാരിക്കേഡുകൾ തകർക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥിരം ആചാരം പോലെയാണ്. പോലീസ് വരുന്നു, വാട്ടർ ക്യാനൺ ജലപീരങ്കി അടിക്കുന്നു, അതിനകത്ത് കുറെ പേര് നനയുന്നു, ചിലർ പിന്നെ മറിഞ്ഞു വീഴുന്നു, ചിലപ്പോൾ ലാത്തി ചാർജ് നടക്കുന്നു, അത് ചിലർക്ക് അടികൊള്ളുന്നവരെ എടുത്തുകൊണ്ട് പോകുന്നു, അവരുടെ മുഖം കാണുന്നു, അങ്ങനെ നേതാവാകുന്നു. ഇത്തരത്തിൽ നേതാക്കളാകുന്ന ഒരു പ്രക്രിയയും നേതാവാകാനുള്ള ശ്രമവും കൂടി ഇത്തരം പ്രക്ഷോഭങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് വിശേഷിച്ചും അത്തരമൊരു ശീലം കേരളത്തിൽ വ്യവസ്ഥാപിതമാക്കിയത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണ്. അതിലേറ്റവും മുൻപന്തിയിൽ ഒരു സംശയം വേണ്ട, ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, അത്തരത്തിലുള്ള ഈ ഒരു അക്രമോത്സുക ഹിംസാത്മക സമരത്തിന്റെ സ്വഭാവം കേരളത്തിൽ രൂപീകരിച്ചതിൽ ഏറ്റവും മുഖ്യമായ പങ്ക് CPM-നാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പൊതുവെയാണ്, വിശേഷിച്ച് CPM-നാണ്. അത് തന്നെയാണ് ഇപ്പോഴും വരെ തുടരുന്നത്. വിശേഷിച്ചും അവരുടെ SFI-ക്കാരുടെ സമരമൊക്കെ നടക്കുമ്പോൾ യുദ്ധം ഒരു ശത്രുവിനെ കാണാതെ ശത്രുവിനെ ആക്രമിക്കുന്ന പോലുള്ള യുദ്ധസമാനമായ രീതികളാണ്. ഈ പറഞ്ഞ പോലെ വാഹനങ്ങളുടെ മുകളിൽ ചാടിക്കയറുക, ആക്രമിക്കുക, എന്തൊരു ക്ഷോഭമാണ് അവരുടെ മുഖത്ത് നമ്മൾ കാണുന്നത്. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ സ്ഥാപിതമായപ്പോൾ ഇത് കണ്ട് പുതുതായിട്ട് രാഷ്ട്രീയത്തിൽ വരുന്ന കുട്ടികളും കരുതുന്നത് ഇത്തരത്തിലുള്ള അക്രമോത്സുകത, ഈ ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു രീതി ആവിഷ്കരിച്ചെങ്കിൽ മാത്രമേ രാഷ്ട്രീയ പ്രവർത്തകനും നേതാവുമാകാൻ കഴിയുകയുള്ളൂ എന്നൊരു ധാരണ ഈ രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്നാണ് കേരളത്തിൽ ഉണ്ടായത്. അതിനൊരു മാറ്റമാണ്. അതല്ല രാഷ്ട്രീയ പ്രവർത്തനം. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ആശയ വ്യക്തതയും അത് അവതരിപ്പിക്കാനുള്ള ശേഷിയും ക്ഷമയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരാനുള്ള സമരപരിപാടികളും വൈകാരികതയിൽ നിന്ന് വിട്ടുമാറിയിട്ടുള്ള വിഷയങ്ങളിലൂന്നിയുള്ള സംഭാഷണങ്ങളും വിനിമയവുമാണ് വേണ്ടത് എന്നും ഈ വളർമതി ടീച്ചർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സമരം അവരുടെ സമരമാണെങ്കിലും സാംസ്കാരികമായി ഇന്നത്തെ വർത്തമാനകാല കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഈ വളർമതി ഒരു വലിയൊരു പ്രകാശഗോപുരം പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒട്ടേറെ മൂല്യങ്ങളുടെ പ്രകാശഗോപുരമായിട്ട്. എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്, അതിൽ 100% ഏത് വിഷയത്തിലാണോ ഏർപ്പെടുന്നത് അതിലുള്ള ആത്മാർത്ഥത വേണം. അതോടൊപ്പം തന്നെ എന്താണ് വിഷയങ്ങൾ, ആ വിഷയത്തെക്കുറിച്ചുള്ള ആശയ വ്യക്തത വേണം. ആ ആശയം വ്യക്തത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാത്രം പോരാ. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ ആക്രമിക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് ആക്രമണമായിരിക്കും അതിൽ മുമ്പിൽ നിൽക്കുന്നത്. അതിൽ പ്രകടിപ്പിക്കുന്ന ആശയം ആക്രമണ വൈകാരികതയിൽ മുങ്ങിപ്പോവുകയാണ് പലപ്പോഴും സംഭവിക്കുക. അങ്ങനെയല്ല വേണ്ടതെന്നും ഈ വളർമതി ടീച്ചർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആൾ കേരള ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ഒട്ടേറെ അവകാശങ്ങളും സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമായ ഒരു അവകാശം അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനവും സർക്കാർ ഏറ്റെടുക്കണം. ഇത് യഥാർത്ഥത്തിൽ കേരളം രൂപീകരിക്കപ്പെട്ട ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ട അന്ന് മുതൽ നമ്മുടെ സമൂഹത്തിന് മുമ്പിലുള്ള ഒരു വിഷയമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത്തരമൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇന്നത്തെ വർത്തമാനകാല സുതാര്യ ലോകത്തിൽ ജനങ്ങൾ ഒന്നടങ്കം സർക്കാരിനൊപ്പം നിൽക്കും എന്നുള്ളതാണ്. ഇത് വളരെ സുപ്രധാനമായ ഒന്നാണ്. കാരണം അവിടെ എടുക്കുന്ന അധ്യാപകരും യോഗ്യരായ അധ്യാപകരായിരിക്കണം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ എത്തേണ്ടത്. ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇവരുടെ അസോസിയേഷൻ മുന്നോട്ട് വെച്ച ഈ ആവശ്യവും ഗവൺമെന്റ് പരിഗണിക്കേണ്ടത് അങ്ങേയറ്റം അത്യാവശ്യമാണ്.